നിങ്ങളുടെ കാനോൺ G2730 പറഞ്ഞ ഈ ഒരു പ്രിൻ്ററിൻ്റെ ഈ ഒരു ബ്ലിങ്കിങ് ലൈറ്റ് ഉണ്ടാവും. ഇതിലൊരു ബ്ലിങ്കിങ് ലൈറ്റ് വരുന്നതാണ് കംപ്ലൈൻ്റ് എങ്കിൽ അത് ശരിയാക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഐഡിയ ഒന്നുമല്ല, ശരിയാക്കാനുള്ളൊരു ഓപ്ഷൻ. ആദ്യം പ്രിൻ്ററിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് ആൻഡ് പ്രിൻ്റർ കൊടുക്കുക. അതിൽ നമ്മുടെ പ്രിൻ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്ററാണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുക, അതിൽ ഹെഡ് ക്ലീനിങ് കൊടുക്കുക ആൻഡ് ഡീപ്പ് ക്ലീനിങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ മെയിൻ്റെനൻസ് ബോക്സ് ഫുള്ള് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റർ ഓഫ് ചെയ്തിട്ട് പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് കിട്ടും. അതാണ് മെയിൻ്റെനൻസ് ബോക്സ് എന്ന് പറയുന്നത്. അത് ഫുള്ളായി കഴിഞ്ഞാലാണ് ആ ഒരു പ്രശ്നം മെയിനായിട്ട് കാണിക്കുക. ആ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് ആ ബോക്സ്. ഓൾറെഡി ഇതിലിങ്ങനെ ഇത്ര ഫുള്ളായിട്ട് കിടക്കുന്ന ബ്ലാക്ക് ഇങ്കിൻ്റെ കുറേ വേസ്റ്റേജ് വന്നതുണ്ടാവും. അതാണ് ഈ കാണുന്നതല്ല കേട്ടോ. ഇത് ഫുള്ളായി ഏകദേശം ഇതിലിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ വരും. കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 800, 1200, 500 ആ റേഞ്ചിലൊക്കെ കിട്ടും, ഓൺലൈനിൽ കിട്ടും. ഇത് നമുക്ക് ഇവിടെ തന്നെ ക്ലിപ്പിംഗ് വരുന്നുണ്ട്. ഞാൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ കൊണ്ട്, ഇത് മൊബൈൽ ഷോപ്പ് ആയതുകൊണ്ട് ഈ ഒരു സംഭവം കുറേ കിട്ടും. ഇതിൽ ഇങ്ക് വലിച്ചെടുക്കും. ഇത് നമ്മൾ കട്ടിയിൽ ഫില്ലാക്കി വയ്ക്കുക. ആൻഡ് ദെൻ ഇത് അഴിച്ചിട്ട് ഇതിൽ അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഈസിയാണ്. ഇത് സ്ക്രൂ അഴിക്കുക, അത് ഇങ്ങോട്ട് വലിച്ചെടുക്കുക, അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്ററെല്ലാം ഓക്കെ ആയിട്ട് വരും. വേറെ ചെയ്യാനൊന്നുമില്ല. പിന്നെ കമ്പ്യൂട്ടറിൽ വീണ്ടും നമ്മൾ ഡിവൈസ് ആൻഡ് പ്രിൻ്ററിന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഡിവൈസ് ആൻഡ് പ്രിൻ്ററിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് വരും. നമ്മുടെ പ്രിൻ്റർ സെലക്ട് ചെയ്യുക, ഹെഡ് ക്ലീനിങ് കൊടുക്കുക, ഓക്കെയാണ്.